സുഹൃത്തുക്കളെ, എല്ലാവർക്കും നേരത്തെ സാക്ഷി പറഞ്ഞ പോലെ ഒരു പ്രഭാതത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എനർജിയും ഏറ്റവും ചാർജുമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ പല കൂട്ടായ്മകളിലും ഒരു ദിവസം ബന്ധപ്പെടാറുണ്ട്. വീട്ടില്, നാട്ടില്, പിന്നെ ഗെറ്റ് ടുഗദറിന്, ഓഫീസില്, യാത്രകളിലൊക്കെ ഒരുപാട് കൂട്ടായ്മകളിൽ നമ്മൾ സാധാരണ പങ്കെടുക്കാറുണ്ട്. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും എനർജി ഉള്ളതും ഏറ്റവും ആവേശമുള്ളതുമായ ഒരു സമയമാണ് ഈ രാവിലെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ രാവിലെ ഇത്രമാത്രം ഭംഗിയാക്കുന്ന ഈ ഉദ്യമത്തിന്, ജേക്കോം എന്ന ഈ സംരംഭത്തിന്, JC എന്ന പ്രസ്ഥാനത്തിന്, അത് ഇത്തരത്തിൽ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്ന ജേക്കോം നിലമ്പൂർ ടേബിളിന് ചെയർമാൻ എല്ലാവർക്കും എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, നമ്മുടെ നേരത്തെ കടവത്ത് സൂചിപ്പിച്ചതുപോലെ, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്ഡേഷൻ തന്നെയാണ്. അപ്ഡേഷൻ ഇല്ലാതെ ഒരു ബിസിനസിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ബ്ലോക്ക് ബസ്റ്റർ നമ്മൾ കേട്ടിട്ടില്ലേ? ബ്ലോക്ക് ബസ്റ്റർ കേട്ടിട്ടില്ലേ? ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റെന്റൽ കമ്പനിയായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ. സിനിമ റെന്റ് ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ. നേരത്തെ കടവത്ത് സൂചിപ്പിച്ചതുപോലെ നോക്കിയയ്ക്ക് എന്താണോ സംഭവിച്ചത്, അംബാസിഡറിന് എന്താണോ സംഭവിച്ചത്, കൊഡാക്കിന് എന്താണോ സംഭവിച്ചത്, അതേപോലെ തന്നെ അവരും അപ്ഡേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ലോകത്ത് എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഈ വ്യവസായത്തിൽ അധികായകരാണ് എന്ന രീതിയിൽ തന്നെ അവർ നിന്നു. അവർ അപ്ഡേഷന് തയ്യാറായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ആമസോൺ പ്രൈം പോലുള്ള ഓൺലൈൻ സിനിമ മീഡിയകളൊക്കെ വന്നപ്പോൾ അവരൗട്ടായിപ്പോയി. നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ പ്രസ്ഥാനം, നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ കൂട്ടായ്മകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ബിസിനസ്സാണ്, നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, നമ്മളുടെ അവസരങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ അവസരങ്ങളെ ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഈ അപ്ഡേഷന് ഒന്ന് രണ്ട് പോയിന്റ് ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്ഡേഷന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നേച്ചർ, നമ്മളുടെ സ്വഭാവം എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന, എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരിക്കും. എല്ലാ തരത്തിലും ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു CEO ആണെങ്കിൽ നമ്മൾ താഴെയുള്ള, ഏറ്റവും താഴെയുള്ള സ്വീപ്പർ വരെയുള്ള ആൾക്കാരെയും നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. ആ ഒരാൾ, ആ ഒരു തുടപ്പുകാരൻ, അവിടെ വൃത്തിയാക്കുന്ന ആൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ഒരു നല്ല കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെടുത്തിയേക്കാം. കസ്റ്റമേഴ്സിനെ നമുക്ക് എപ്പോഴും കൂട്ടിപ്പിടിക്കുന്നത് പോലെ തന്നെ നിർബന്ധമാണ് നമ്മളുടെ സ്റ്റാഫിനെയും നമ്മൾ കൂട്ടിപ്പിടിക്കുക. ഈ ജേക്കോം എന്ന ഈ ടേബിൾ തന്നെ അത്തരത്തിലൊരു കൂട്ടായ്മയുടെ വിജയമാണ്. നമ്മൾ ഈ രാവിലെ വന്നിരിക്കുന്നത് തന്നെ നമ്മളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീനോട്ടുകളും കോൺട്രാക്റ്റും ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ സംരംഭം എപ്പോഴും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, എപ്പോഴും വിജയിക്കണമെന്നുണ്ടെങ്കിൽ, സ്റ്റാഫിനെ ആയാലും കസ്റ്റമേഴ്സിനെ ആയാലും ഒക്കെയും നമ്മൾ വല്ലാതെ കൂട്ടിപ്പിടിച്ചെടുക്കും. നമുക്കറിയാം, പണ്ടത്തെ ഒരു കച്ചവട സംവിധാനമല്ല. തൊട്ടടുത്ത് ഒരു കട കൂടി വന്നാൽ സാധാരണ കച്ചവടം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ബിസിനസ് ഒരേ കാറ്റഗറിയുള്ള സ്ഥാപനങ്ങൾ അടുത്ത് വന്നാൽ തന്നെയും ബിസിനസ് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇമേജ് മൊബൈൽസ് തൊട്ട് ഓപ്പോസിറ്റ് വേറൊരു മൊബൈൽ ഷോപ്പ് വന്നു. അത് അന്ന് ഉണ്ടായിരുന്ന കച്ചവടമല്ല, ഗൾഫോട് വന്നു. അതിനുശേഷം അപ്പുറത്ത് MyG ഫ്യൂച്ചർ വന്നു. നൗഫലിനോട് ചോദിച്ചപ്പോ നൗഫൽ പറഞ്ഞത് അന്ന് ഒറ്റ സ്ഥാപനം മാത്രം ഉണ്ടായിരുന്നപ്പോഴുള്ള കച്ചവടമല്ല ഇപ്പോൾ ഉള്ളത്, അത് കൂടി വരികയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയപ്പോ യെസ് ഭാരത് എന്നൊരു തുണിക്കടയ്ക്ക് ചതയ ദിനത്തിനാണ്, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഈ ചതയം എന്ന് പറയുമ്പോൾ ഓണത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളാണ്. പക്ഷെ ആ കടയിൽ കയറിയപ്പോ പോലും അന്നും നമ്മുടെ പാട്ടുത്സവത്തിന് വരുന്ന ആൾക്കാർ അത്രമാത്രം ആൾക്കാരാണ്. അപ്പൊ ആൾക്കാരും കച്ചവടവും കൂടി വരിക. നമ്മൾ പുതിയ സ്ഥാപനങ്ങൾ തൊട്ടടുത്ത് വരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. നമുക്ക് കിട്ടാനുള്ള ബിസിനസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് സാധാരണ വാട്സപ്പുകള്,
സോഷ്യൽ മീഡിയ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. വാട്സപ്പ് ചാനലുകൾ. എന്തും ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് വന്നാൽ അവൻ അവിടുന്ന് പോകുന്ന സമയത്ത് ആ പോകുന്ന ആളുടെ സൗഹൃദം നമ്മൾ വീണ്ടും അവനിൽ നിന്ന് പിടിച്ചെടുക്കണം. ആ പിടിച്ചെടുക്കുന്ന ആ ഫോൺ നമ്പർ നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, വാട്സപ്പ് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ കോൺടാക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ മരിക്കുവോളം അത് കീപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അവൻ വീണ്ടും വീണ്ടും വരണം. 10ൽ 3 കസ്റ്റമേഴ്സ് എന്തായാലും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും. അവരിൽ നിന്ന് 30, 60, 90 കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനുള്ള ഒരു കണക്ഷൻ, ഒരു ജോയിന്റ് മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു പോയിന്റ്, കൊമേഴ്ഷ്യൽ മൈൻഡായി നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമയം, നമ്മളുടെ കുടുംബം, നമ്മളുടെ സൗഹൃദം എല്ലാം മാറ്റി വെച്ചിട്ട് ആ കച്ചവടത്തിന് നമ്മുടെ കടയിൽ വന്നിരിക്കുന്നത്. എന്തിനെ നമുക്ക് വിൽക്കാൻ കഴിയണം? എവിടെയും നമ്മൾ ബിസിനസ് തന്നെ കാണണം. നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷെ നമ്മൾ കടയിലായിരിക്കുമ്പോ, നമ്മുടെ ഫീൽഡിലായിരിക്കുമ്പോ, നമ്മുടെ സ്റ്റേഷനിലായിരിക്കുമ്പോ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളുടെ ബിസിനസ്സിന് ഏതൊരു കാര്യവും, ഒരാൾക്ക് 1 രൂപ ദാനം കൊടുത്താൽ അതങ്ങനെ പോട്ടെന്ന് വെക്കാം. പക്ഷെ ഒരാൾക്ക് അല്ലാതെ 1 രൂപ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നത് തീർത്തും നമ്മൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനും മുജാക്കൊക്കെ ഏതെങ്കിലും ഒരു ബേക്കറി പോയാൽ, മുജാക്ക് ഈ അടുത്ത് തുടങ്ങിയ ശീലമാണ്, ആ കാരക്കയുടെ വില ചോദിച്ചു, അവിടെ ഇരിക്കുന്ന എല്ലാ കാരക്കയുടെയും വില ചോദിച്ചിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കണം. എന്തിനാ? അവിടെയാണോ വില കൂടുതൽ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രോഡക്റ്റിനാണോ വില കൂടുതൽ എന്ന് എന്നെ ബോധ്യപ്പെടുത്താനും കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താ, ഞാൻ വാങ്ങണം അവിടുന്ന്. അങ്ങനെ വേണം നമ്മളുടെ എനർജി, നമ്മളുടെ ടൈമും, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ചെലവാക്കുമ്പോൾ നമ്മൾ അത് വാണിജ്യവൽക്കരിക്കുന്ന തരത്തിലേക്ക് തന്നെ പോകണം. അതിൽ യാതൊരു തെറ്റുമില്ല. നമുക്ക് ജീവിതത്തിൽ നമ്മളാക്കിയത്, നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചത്, നമ്മളെ നാട്ടുകാർക്കിടയിൽ വില ഉണ്ടാക്കി കൊടുത്തത്, നമുക്ക് സ്ഥലം വാങ്ങി തന്നത്, വണ്ടി വാങ്ങി തന്നത്, നല്ല വസ്ത്രം വാങ്ങി തന്നത് നമ്മുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിനെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കണം. നമ്മളുടെ ഏറ്റവും നല്ല വർക്ക് എന്ന് പറയുന്നത്, ഏറ്റവും ഗ്രേറ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, സ്റ്റീവ് ജോബ്സ് പറഞ്ഞതാണ്, ആപ്പിളിന്റെ സി. ഏത് വർക്കാണോ നമ്മൾ ചെയ്യുന്നത് അതിന് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകി, ഏറ്റവും എന്താണോ ചെയ്യുന്നതിന് അങ്ങേയറ്റം കോൺട്രിബ്യൂഷൻ നൽകി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന വർക്കായിരിക്കും നമ്മളുടെ ഏറ്റവും നല്ലത്. അത്തരത്തിൽ നമ്മളുടെ വർക്കിനെ, നമ്മളുടെ ജോലിയെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അടുത്ത എനിക്ക് പറയാനുള്ളത് ഓപ്പർച്യൂണിറ്റീസ് ഗ്യാപ്പ്. നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ജേക്കബ് ടേബിൾ വരുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മയെ കുറിച്ച് ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ജേക്കബ് ടേബിൾ വന്നതിന് ശേഷം നമുക്ക് അതൊരു സാധ്യതയാണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഈ കൂട്ടത്തിലേക്ക് വന്നത്. അതേപോലെ പുതിയ എവിടെ പോയാലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളെ പോലെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ബിസിനസ്സിനെയാണ്. എന്തൊരു ഓപ്പർച്യൂണിറ്റി, എന്തൊരു കാര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മളുടെ ആരോഗ്യമാണ്, നമ്മളുടെ ചെറുപ്പമാണ് ബിസിനസ്, നമ്മളുടെ ആവേശമാണ്, നമ്മളുടെ പ്രണയമാണ് ബിസിനസ്. ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ആണല്ലോ വരിക, ഓരോ മനുഷ്യന്മാർക്ക്. ചിലർക്ക് മദ്യത്തോടായിരിക്കും, ചിലപ്പം കഞ്ചാവ് അങ്ങനെയുള്ള മറ്റു ലഹരികളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളുടെ ലഹരി എപ്പോഴും നമ്മളുടെ ബിസിനസ് ആയിരിക്കണം, നമ്മളുടെ പ്രസ്ഥാനമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവൂ. അതിന് നമ്മൾ വേണ്ട എന്തു കാര്യങ്ങളും. നേരത്തെ നോക്കിയയുടെ കാര്യം പറഞ്ഞു, നോക്കിയ എങ്ങനെ ഔട്ടായി പോയത്? അപ്ഡേഷൻ അവർ തയ്യാറായില്ല. ഞാൻ എന്റെ ബിസിനസ്സിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ 10 കൊല്ലമായിട്ട് എന്റെ ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോവാണ്. ആ ബിസിനസ് ഞാൻ തുടങ്ങി വെച്ച കാലം മുതൽ ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ ഓരോ മണിയെപ്പോലും നമ്മൾ സ്നേഹിക്കണം, ഓരോ നിമിഷത്തെ പോലും നമ്മൾ സ്നേഹിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ബിസിനസ് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും. നമുക്കൊരു നല്ല സൽപ്പേരാവും ഉണ്ടാവുക. അങ്ങനെ എന്ത് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നോ അതിനെല്ലാം പരമാവധി നമ്മളുടെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തി നമ്മളൊരു കൈക്കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ
വീണാൽ കരഞ്ഞാൽ, കുട്ടി കരഞ്ഞാൽ കരയുന്നത് നമ്മളാണ് അല്ലെ? അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് നമുക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ് നമുക്ക് വലിയ മുതൽക്കൂട്ടാവും. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, എല്ലാം അങ്ങ് കച്ചവടം ചെയ്യുമ്പോ എല്ലാം കണ്ട് കച്ചവടത്തെ കുറിച്ച് പറയുന്ന കച്ച കപടം എന്നായി അല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു മൊറാലിറ്റി വേണം, ഒരു മാന്യത വേണം, ഒരു മര്യാദ വേണം. നമ്മളുടെ സമ്പാദ്യം നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന് അതിൻ്റെതായ കൃത്യമായ കണക്കുകൾ, ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ വിനിയോഗിക്കണം, ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്ന് കൃത്യമായ കണക്കുകളുണ്ട്. നമ്മളുടെ ദാനം എല്ലാം കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബിസിനസ് നമ്മളുടെ കച്ചവട സ്ഥാപനമാണത്, നമ്മുടെ സൽപ്പേരാണത്, നമ്മളുടെ ജീവിതമാണത്. അത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ബിസിനസ്സിൽ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ, ഏത് തരത്തിലും എന്തും വിറ്റ് കാശാക്കാവുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പോകരുത്. നല്ല ഒരു തരത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശുദ്ധജലം പോലെയായിരിക്കും. അത് കുടിക്കുന്നത് വിശ്വസിച്ച് കുടിക്കാൻ കഴിയണം. നമുക്കതിൽ നിന്ന് കിട്ടിയ മുതൽ, അതിൽ നിന്ന് കിട്ടിയ ലാഭം, അതിൽ നിന്ന് കിട്ടിയ വരുമാനം, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആഹാരം, ഇതെല്ലാം ശുദ്ധമായിരിക്കണം. അത്തരത്തിൽ ആരെയും പറ്റിക്കാതെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഇത്ര മാത്രമാണ്. നമ്മുടെ ബിസിനസ്സിന് അപ്ഡേഷനായ ആവശ്യമായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജോയിന്റ് നേച്ചർ ആയിരിക്കണം, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു പ്രകൃതമായിരിക്കണം നമ്മളുടേത്. അതേപോലെ കൊമേഴ്ഷ്യൽ മൈൻഡഡ് ആയിരിക്കണം. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, എന്ത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും അത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പിന്നെ മൊറാലിറ്റി, ഞാൻ പറഞ്ഞത് ജോയിന്റ് നേച്ചർ, കൊമേഴ്ഷ്യൽ മൈൻഡ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് മൊറാലിറ്റി. ദിസ് ഈസ് ജേക്കോബ് അല്ലേ? ഈ ജേക്കോബിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവണം. അത്തരത്തിൽ ജേക്കോബ് എന്ന പ്രസ്ഥാനത്തിന് നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ജേക്കോബ് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണം, നമ്മളുടെ ലൈഫിന് ഗുണമുണ്ടാവണം, നമ്മുടെ ബിസിനസ്സിന് ഗുണമുണ്ടാവണം. നമുക്ക് ഈ ബിസിനസ് ഉള്ളത് കൊണ്ടാണ് ജേക്കോബ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പൊ എങ്ങനെ ഈ ഒരു നല്ല പ്രഭാതത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഏതൊരു അറിവും നമുക്ക് പ്രയോജനപ്പെടുന്നത് അത് ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ്. നമ്മൾ ഓടാൻ തുടങ്ങിയതും ചാടാൻ തുടങ്ങിയതും എഴയാൻ തുടങ്ങിയതും അവിടെ വെച്ച് മടിച്ചു നിന്നിരുന്നുവെങ്കിൽ അവിടെ നിന്നുപോയേനെ നമ്മൾ അത് ജീവിതത്തിൽ പകർത്താൻ, നമ്മൾ കാലുയർത്തി വെച്ച് നടക്കാൻ, എഴുങ്ങി നടക്കാൻ, ഓടിച്ചാടാൻ, പാട്ടുപാടാനൊക്കെ പരിശ്രമിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. എന്നു മുതലാണ് നമ്മൾ ഇത് പഠിച്ചു തുടങ്ങേണ്ടത്? ഒരു ദിവസത്തിൻ്റെതായി ഈ നിമിഷം മുതൽ. ഇനി അങ്ങോട്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അസ്ലം മംഗലത്ത് കെ സി നിലമ്പൂർ പ്രസിഡന്റാണ്.